അസ്സലാമു ഞാൻ ഇന്ന് യാത്ര പോകുന്നത് ഒമാനിലെ ആദ്യത്തെ ഇസ്ലാമിക വിശ്വാസിയായ മഹസിൻ ബിൻ ഖതൂബ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിലേക്കാണ്. സമയിൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മഹസിൻ ബിൻ ഖതൂബ ഒമാനിലെ ആദ്യത്തെ ഇസ്ലാം മത വിശ്വാസി. 6-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്. അസ്സലാമു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ജുമാ മുബാറക്. ഞാനിപ്പോൾ നിൽക്കുന്നത് മസ്കറ്റിലെ സമയിലുള്ള ഒരു മക്ബറയിലാണ്. ആ മക്ബറയിലോട്ട് പോകുന്ന വഴിയാണിത്. കുറച്ച് കാടിനകത്താണ്, നമുക്കങ്ങോട്ട് പോകാം. മഹസിൻ ബിൻ ഖതൂബ എന്ന സഹാബിയുടെയാണ് ആ മക്ബറ. ഈ ഈന്തമ്പരത്തോട്ടത്തിൻ്റെ വരികളിലൂടെ നടന്നുപോയാൽ മഹസിൻ ബിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമ് കാണാം. എല്ലായിടത്തും ഡയറക്ഷൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കുകയും മുസ്ലിമാകുകയും ചെയ്തു. തന്നെ നല്ലവനാക്കാനും സ്വഭാവ ഗുണമാക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പ്രവാചകനോട് ആവശ്യപ്പെടുകയും ഒപ്പം ഒമാനിലേക്ക് പോകാനും അവിടം ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുവാൻ സുരക്ഷിതവും സംരക്ഷണവുമുള്ള രാജാക്കന്മാരാക്കുവാനും പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം ചെയ്തു. ഒമാനിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും കത്ത് ലഭിച്ച ശേഷം അക്കാലത്തെ ഒമാനിലെ 2 രാജാക്കന്മാരായ ഷുവാഫറും അബ്ദുൽ ഇബ്നി അൽ ജലീക്കും ഇസ്ലാം മതം സ്വീകരിച്ചു. പ്രവാചകൻ്റെ ഖലീഫ എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒമാനിലെ ജനങ്ങളോട് പറഞ്ഞു: ഒമാൻ ജനങ്ങളെ, പ്രവാചകൻ നിങ്ങളുടെ ദേശത്തേക്ക് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ സ്വമേധയാ ഇസ്ലാം മതം തിരഞ്ഞെടുത്തു. മറ്റ് അറബികൾ അദ്ദേഹത്തെ എതിർത്തതുപോലെ നിങ്ങൾ അദ്ദേഹത്തെ എതിർത്തില്ല. അള്ളാഹു നിങ്ങളെ ഭയത്തോടെ ഒരുമിപ്പിക്കട്ടെ. പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടായിരിക്കണമെന്ന് തന്നെ ഒമാനി ജനത നല്ല ജനതയായി മാറിയത്. അവരുടെ സ്നേഹവും ആദരവും സ്വീകരണവുമെല്ലാം വ്യത്യസ്തമാണ്. മറ്റു രാജ്യങ്ങളിലെ അറബികളിൽ നിന്നും എല്ലാം വ്യത്യസ്തമാണ്. ഒമാനിലെ ആദ്യത്തെ മുസ്ലിം പള്ളി അദ്ദേഹം നിർമ്മിച്ചു. മസ്ജിദുൽ മുളുമർ എന്നാണ് പള്ളിയുടെ പേര്. 1979 ഈ പള്ളി പുതുക്കി പണിയുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക.